ഏതാണ് ഒരു മഞ്ഞ ആപ്സാരി വടക്കോണെന്നാ തോന്നണ കേട്ടാ. മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സിനകത്ത് നിക്ക. മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ട്? ഇവിടെ ശ്രീകൃഷ്ണൻ അതിപ്പോ ഇന്ന് മുടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. ഇത് എന്റെ വീടത്തെ തൊട്ടടുത്താ. ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചിലറല്ലേ, പിന്നെ അറ്റാച്ചർ മാത്രമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ? ഈ ഞാൻ കൂടെ ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ? ഗണേശ, നീ വിട്ടോ. ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം. ചേട്ടാ പോലെ പുലിവാലായാല? എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല? എന്നാ ഞാനും വരട്ടെ. അയ്യടാ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. കേറിക്കോ, ആ വണ്ടിയുടെ പുറകിലേക്ക് കേറിക്കോ. ശരി. കേറിക്കോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിന് വേണം? എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നുമില്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട, വാ. ഇവിടെ പാലും പഴമൊന്നുമില്ല. ഒരു പൈൻ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി വാതിലടച്ചത് വേണ്ട. സന്തോഷായോ? ചേട്ടാ, എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എനിക്ക് നാണാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. അധികം സമയം കളയേണ്ടി വരില്ല. കണ്ണ് തുറക്കൂല. ഈ ബട്ടൺ സഹിക്കാനും പറ്റണല്ലോ. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്ന ഞാൻ. നീ അങ്ങ് ക്ഷീണിച്ച് എല്ലാം തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താ ആശാനെ കഴിഞ്ഞ? എന്നാ ഞാൻ കേർത്തെ. ആശാൻ തന്നെ വേർതിരിക്കണത്. ഫാനില്ലല്ല. എനിക്ക് ഫാനൊന്നും വേണ്ട. അതല്ല ആശാനെ, കാശ് വല്ലതും കൊടുക്കണം. അയ്യോ, ഫ്രീ ആണ്. അയ്യോ, എന്നാ ആശാൻ ഇപ്പൊ വരണ്ട, രാവിലെ വന്നാ മതി. എങ്ങനെ പാതിരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ
എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്. അത് ഈ പാതിരാത്രിക്ക്. വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കോ കള്ളസ്വാമി പറഞ്ഞത്? അല്ല നിധിയായിരിക്കും. പോയി നോക്കളെ. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണ്ണം അങ്ങനെ കിട്ടണേ. അയ്യോ 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 പോയി. ഓ പോയി, രക്ഷപ്പെട്ടു. ഓ അയ്യോ 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 അയ്യോ. കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളർ ഇളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതെന്തിനാ തോളിലിട്ടേക്കുന്നേ? തറയിൽ വെച്ച ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു 1, 2, lunchtime, 3, 4, crunch time. Lyrics that I spit to make rain turn to sunshine. Hit 'em with the punchline, catch 'em on the blind side. Affiliated and whoop. Thought you got away, thought you were home free, but I'm back, now your eyes closed so slowly. I move quickly, you so sickly. Bubblegum rapper, you such you got away. എന്തോന്നാ ഒരു ആത്മകഥം? അല്ല വസുന്ധരെ, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുശിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നെന്ന്. ഓ, ചിലപ്പോ തോന്നും ഒരു അടിച്ചു തളിക്കാരനായിരുന്നെന്ന്. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ. ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ. ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നോ? അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്കെന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ആഫീസ് അവിടെ എപ്പോ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? ഉവ്വ്. പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കേണ്ട വരും. ആരോടെ പെട്ടെന്ന് വണ്ടി എടുക്കേ. സ്റ്റേഷൻ. കൈകൾ ധരിക്കുന്നു. അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യശോദേ, അയ്യന്റെ കോട്ട് ആകെപ്പാടുള്ളൊരു കോട്ട.
കോടതി കേറാത്തവനെ ഈ കോട്ടെന്തിരാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി. ഇനി അഥവാ തുണി ഇല്ലേലും പ്രശ്നമൊന്നുമില്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. യശോദ വേണ്ട. രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവലാദികൾക്ക് വേണ്ടി സാരികൾ വാങ്ങിച്ചു കൂട്ടുക. എന്റെ പൊന്നെ യശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്ക്. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിന് തൊപ്പി തെറിക്കേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല. തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളുടെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. ഓ, എത്തിയല്ലോ. ഭാര്യ പിന്നെയും പൊക്കും. രക്ഷിക്കാൻ പറ്റുമെന്നൊന്നും. ഡോ വക്കീലെ, തനിക്ക് ആരോടോ LLB വന്നത്? കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്കെന്താ? നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ സൂക്ഷിച്ചാല്? അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും.